പൊതുവിടങ്ങളിൽ RSS നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയ ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി പ്രിയങ്ക് ഖാർഗെയെ ചിത്രം ഓർമ്മിപ്പിച്ച് BJP. ആദ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രം അറിയുക, തുടർന്ന് രാഷ്ട്രസേവകരെക്കുറിച്ച് സംസാരിക്കുക. ഇതാണ് BJP പ്രിയങ്ക ഖാർഗെയ്ക്ക് നൽകിയ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിനെ BJP ശക്തമായി വിമർശിച്ചു. വ്യാജ ഗാന്ധി കുടുംബത്തെ പ്രീതിപ്പെടുത്താൻ RSSനെതിരെ നിങ്ങൾ എത്രത്തോളം വിഷം വമിക്കും? ഇന്ന് നിങ്ങൾ RSSനെതിരെ വിഷം വമിക്കുകയും സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ 2002 ബംഗളൂരിലെ നാഗവാരിയിൽ നടന്ന സംഘത്തിന്റെ സമരസദാ സംഗമ പരിപാടിയിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന നിങ്ങളുടെ പിതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ നേരിട്ട് ക്യാമ്പ് സന്ദർശിക്കുകയും RSSന്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും പൂർണ്ണ സഹകരണം നൽകുകയും ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യം നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം അറിയുക, തുടർന്ന് രാഷ്ട്രസേവകരെ കുറിച്ച് സംസാരിക്കുക. കർണാടക BJP തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പോസ്റ്റിലാണ് പറയുന്നത്. 2002 ബംഗളൂരിലെ ഒരു RSS ക്യാമ്പ് സന്ദർശിച്ച AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ പത്ര ക്ലിപ്പിംഗ്സ് BJP പങ്കിട്ടു. ഇതേ ചിത്രം BJP വക്താവ് അമിത് മാളവികയും പങ്കുവിട്ടിട്ടുണ്ട്. അറിവില്ലായ്മ അപകടകരമാണ്. 2002 ജനുവരി 25, 26, 27 തീയതികളിൽ ബംഗളൂരിലെ നാഗവാരിയിൽ നടന്ന RSS സമരസദാ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾക്കിടെ അന്നത്തെ കർണാടക ആഭ്യന്തരമന്ത്രി ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ഇപ്പോൾ സംസ്ഥാനത്ത് RSS പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയങ്ക് ഖാർഗെയുടെ പിതാവ്, മറ്റ് കോൺഗ്രസ് മന്ത്രിമാരോടൊപ്പം RSS ക്യാമ്പ് സൈറ്റ് സന്ദർശിക്കുകയും സംഘടനയുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. അടുത്തിടെ അന്തരിച്ച RSS മുതിർന്ന നേതാവ് ശ്രീ KR നരഹരിയും മറ്റ് പ്രമുഖ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് നേതാവ് റോഷൻ ബെയ്ഗ്, പോലീസ് കമ്മീഷണർ T. സാംഗ്ലിയാന എന്നിവരും സംഗീതരായിരുന്നു എന്ന് അമിത് മാളവിയ പറയുന്നു. അതേസമയം RSSനെ ആർക്കും തൊടാൻ കഴിയില്ല. നിരോധിക്കാൻ ഇന്ദിരയ്ക്കും രാജീവിനും കഴിഞ്ഞില്ല. സ്ഥാനമൊഴിയുന്ന സിദ്ധരാമയ്യയ്ക്ക് ഇനി എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് BJP ചോദിക്കുന്നത്. RSSനെ നിരോധിക്കണമെന്ന കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെയുടെ കത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് BJP ഉയർത്തിയിരിക്കുന്നത്. 352 സീറ്റുകൾ നേടിയ നിങ്ങളുടെ പരമോന്നത നേതാവ് രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കഴിഞ്ഞില്ല. 414 സീറ്റുകൾ നേടിയ രാജീവ് ഗാന്ധിക്ക് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കഴിഞ്ഞില്ല. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഇനി എന്തു ചെയ്യാൻ കഴിയും? BJP നേതാവ് R. അശോകയുടേതാണ് ചോദ്യം. പൊതുവിടങ്ങളിൽ RSS നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിനെ BJP ശക്തമായാണ് വിമർശിച്ചത്. കോൺഗ്രസ് നേതാക്കൾ ഭ്രാന്തരാണ് എന്ന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് R. അശോക് പറഞ്ഞു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരെല്ലാം RSSൽ നിന്നുള്ളവരാണ്. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ ആദ്യം നിരോധിക്കണം. കോൺഗ്രസ് ഒരു പരിമിത പാർട്ടിയാണ്. രാജ്യമെമ്പാടും RSS സാന്നിധ്യമുണ്ട്. RSSനെ ആർക്കും തൊടാൻ കഴിയില്ല. ദേശീയത പഠിപ്പിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമാണ് ഈ സംഘടന. ആർക്കും അവിടെ പോയി പങ്കെടുക്കാം. RSSനെ നിരോധിക്കാൻ കോൺഗ്രസിന് അധികാരമില്ല. പ്രിയങ്കിന്റെ കത്തിനെ ആരും ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് അശോക് പറയുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെ വെറുക്കുന്നു. അവർക്ക് രാഹുൽ ഗാന്ധി ഇഷ്ടമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കോൺഗ്രസിന്റെ മനോഭാവം വ്യക്തമായിരുന്നു. സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ അവർ RSSനെ നിരോധിക്കട്ടെ. കോൺഗ്രസിന് അത്തരം ശക്തിയില്ല. സംഘത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും നിരോധിക്കുക അസാധ്യമാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകും. നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ ആദ്യം അത് ചെയ്യുക. ആഭ്യന്തരമന്ത്രി ഡോക്ടർ G. പരമേശ്വര അടുത്തിടെ ഒരു ABVP പരിപാടിയിൽ പങ്കെടുത്തു. 6.5 കോടി കന്നഡിഗരുടെ ജനാധിപത്യ ക്ഷേത്രമായ വിധാൻ സൗദയിലെ സഭാ നടപടികൾക്കിടയിൽ നിങ്ങളുടെ KPCC പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ അഭിമാനത്തോടെ സംഘഗീതം ആലപിച്ചു. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ പിതാവായ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഒരു കത്തെഴുതുക. DK ശിവകുമാറിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അത് പറ്റുമോ? പരിഹാസത്തോടെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വിധാൻ സൗദിലെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന രാജ്യദ്രോഹികളെ ന്യായീകരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഐക്യം, സമഗ്രത, അഭിലാഷങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് ശരിക്കും പരിഹാസ്യമാണ്.
നിങ്ങളുടെ പരാജയവും കെടുകാര്യസ്ഥതയും മറയ്ക്കാൻ ഇതുപോലെയുള്ള ഉപയോഗശൂന്യമായ കത്തുകൾ എഴുതുന്നത് നിർത്തി നിങ്ങളുടെ അക്കൗണ്ടുകൾ ശരിയായി കൈകാര്യം ചെയ്യുക. വെള്ളപ്പൊക്കം മൂലം ദുരിതമനുഭവിക്കുന്ന കല്യാൺ കർണാടകയിലെ കർഷകരെ സഹായിക്കാൻ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പ്രിയങ്ക് ഖാർഗെ ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ജീവിതകാലം മുഴുവനുള്ള ആഗ്രഹമാണ് RSSനെ നിരോധിക്കുക എന്നുള്ളത്. RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സ്വയംസേവക് സംഘമാണ്. അതിന് രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല എന്ന് ഈ ഊളകൾക്കറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാഷ്ട്രത്തെ സേവിക്കുക എന്നതാണ് RSSൻ്റെ അവരുടെ പ്രത്യയശാസ്ത്രവും ആശയപരമായ നിലപാടും എന്ന് പറയുന്നത് രാജ്യത്തെ സേവിക്കുക എന്നത് മാത്രമാണ്. ഒരുപക്ഷെ അതിൽ പ്രവർത്തിച്ചവർ പിന്നീട് അവരുടെ ഉപസംഘടനയായ BJPയിലേക്കോ അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ കുടിയേറിയിട്ടുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും RSSൽ പ്രവർത്തിച്ചിരുന്നിട്ട് പിന്നീടാണ് BJPയിലെത്തിയതും ഗുജറാത്ത് മുഖ്യമന്ത്രിയായതും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുമൊക്കെ. അതുപോലെ തന്നെയാണ് അമിത് ഷായും RSSൽ നിന്ന് RSSൽ പ്രവർത്തിക്കുന്നവർ അതൊരു എന്താ പറയുക, ആളുകളൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ വർഗീയ സംഘടന ഒന്നുമല്ല. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കും അവർക്ക് അവരുടേതായ ആശയങ്ങളുണ്ട്. ആ ആശയത്തിൽ കൃത്യമായി ഊന്നൽ നൽകിക്കൊണ്ട് 100 വർഷം പൂർത്തിയാക്കിയ ഒരു സംഘടനയാണ്. ലോകത്തിൻ്റെ എമ്പാടും RSS ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ രാജ്യത്തും ഓരോ പേരിൽ അവർ അവരുടെ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ RSS നിരോധിക്കണമെന്നൊക്കെ കർണാടകയിലെ ഒരു മന്ത്രി, അതായത് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് പോലും കോൺഗ്രസ് കേൾക്കുന്നില്ല. കോൺഗ്രസ് പറയുന്നത് പോലും സിദ്ധരാമയ്യ കേൾക്കുന്നില്ല. ആ സിദ്ധരാമയ്യയോട് പ്രിയങ്ക് ഖാർഗെ പറയുകയാണ് RSSനെ നിരോധിക്കണമെന്ന്. ഈ RSSനെ നിരോധിക്കുന്നതിൽ കർണാടകയിൽ RSSനെ നിരോധിക്കണമെന്ന് പറയാൻ സിദ്ധരാമയ്യക്ക് എന്താണ് അധികാരം? ഇപ്പം കോൺഗ്രസിനെ തന്നെ നയിക്കാൻ ഒരാളില്ല. ആ പാർട്ടി തന്നെ ഭീകരവാദികളെ താങ്ങുകയും തലോടുകയും ഭീകരവാദികൾക്ക് മുന്നിൽ കുനിച്ച് നട്ടെല്ല് വളച്ച് കാല് നക്കി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അത് നമ്മളാരും പറയുന്നതല്ല. കോൺഗ്രസിൻ്റെ പഴയ ആഭ്യന്തരമന്ത്രിയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയ P. ചിദംബരം തന്നെ പറഞ്ഞ വാക്കുകളാണ്. ഈ ചിദംബരത്തിൻ്റെ വാക്കുകളോട് പ്രതികരിക്കാനോ അത് തള്ളിപ്പറയാനോ കോൺഗ്രസ്സുകാർ വന്നിട്ടില്ല. അപ്പോൾ ചിദംബരം പറയുന്നത് ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനിടയ്ക്ക് വിഷയങ്ങളെ ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ തെറ്റായിരുന്നു, അതാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുത്തതെന്ന് ചിദംബരം പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ പലപ്പോഴും വലിയ രീതിയിൽ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്ന് മറികടക്കാൻ RSSൻ്റെ തലയ്ക്കകത്ത് കയറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ചിന്ത. ഇന്ദിരയ്ക്കും രാജീവനും കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇനി സിദ്ധരാമയ്യയ്ക്ക്. ഇതൊക്കെ തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ബുദ്ധി വേണമെന്നുള്ള BJPയെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, കാരണം അത് രാഷ്ട്രീയ പാർട്ടിയാണ്, അത് ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും ഇവിടെ ആർക്കുമില്ല. RSS ചെയ്യുന്നതും ശരിയാണെന്നുള്ള അഭിപ്രായം ഇവിടെ ആർക്കുമില്ല. പക്ഷേ എല്ലാ സംഘടനകൾക്കും അവരുടേതായ ശരികളുണ്ട്, തെറ്റുകളുമുണ്ട്. ശരികൾ മാത്രം ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിക്കൂ. തെറ്റൊരിക്കലും ചൂണ്ടിക്കാട്ടിയാലും അത് തിരുത്താൻ പലരും ശ്രമിക്കാറില്ല. പക്ഷേ ആദ്യം കോൺഗ്രസ് പാർട്ടി നല്ലതാണ് എന്ന് ചിന്തിച്ചിട്ട് പോരെ മറ്റുള്ളവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ?